So hello everyone, welcome to Entry App. അപ്പോൾ നമ്മുടെ മെയിൻസ് പൈലറ്റിന്റെ കറണ്ട് അഫയർ സീരീസിന്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ക്വിസ് മോഡിലാണ് മാർച്ചിലെ കറണ്ട് അഫയർ ചെയ്തു വരുന്നത്. അപ്പോൾ ആ മാർച്ചിലെ കറണ്ട് അഫയറിന്റെ പാർട്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വിസ് ആണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ അതിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അറിയാമല്ലോ, നമ്മൾ ക്വിസ് മോഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതിൽ മാക്സിമം നിങ്ങൾ റൈറ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ സീരീസ് കൊണ്ടുപോവുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദി കറണ്ട് അഫയർ സീരീസ് ഓഫ് മെയിൻസ് പൈലറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Who has been appointed as the chairperson of AIBA's Champions and Veterans Committee? You can answer now. So the right answer is Mary Kom. സോ AIBA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ആണ്. ഇതൊരു സ്പോർട്സ് ഓർഗനൈസേഷൻ ആണ് ദാറ്റ് സാങ്ഷൻസ് അമേച്വർ ബോക്സിംഗ് മാച്ചസ് ആൻഡ് അവാർഡ്സ് വേൾഡ് ആൻഡ് സബോർഡിനേറ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ആയിട്ടുള്ള സ്പോർട്സ് ഓർഗനൈസേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. മേരി കോം ആണ് ആ ഒരു ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഗോട്ട് ഇറ്റ്? സോ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. So second question: who has been given additional charge of Department of Revenue? You can answer now. And the right answer is Tarun Bajaj. So government has decided not to grant an extension to Finance Secretary Ajay Bhushan Pandey, who was also holding additional charge of Revenue Department in the Finance Ministry, took charge of the Revenue Secretary in December 2018. അതായത് അജയ് ഭൂഷൺ പാണ്ഡേക്ക്, അതായത് നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുള്ള അജയ് ഭൂഷൺ പാണ്ഡേക്കായിരുന്നു നേരത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചാർജ്. സോ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഒരാളെ അതിന്റെ അഡീഷണൽ ചാർജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂന്റെ അഡീഷണൽ ചാർജ് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരാണ് തരുൺ ബജാജ്. സോ എത്ര പേർക്ക് റൈറ്റ് ആൻസർ കിട്ടിയെന്ന് ചെക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റർനാഷണൽ വുമൻസ് ഡേ ഇസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഡാഷ്. അപ്പം ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. And the right answer is March 8th. So this year's theme of the International Day, Women in Leadership. നോക്കുക, തീം നോക്കുക. Women in Leadership Achieving an Equal Future in a COVID-19 World. എപ്പോഴും തീം ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8ന്റെ തീമാണ് വിമൻ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ ദ COVID-19 വേൾഡ്. Celebrate a tremendous effort by women and girls around the world in shaping a more equal future and recovery from the COVID-19 pandemic. COVID-19 പാൻഡമിക് എന്നുള്ള റിക്കവറി ആണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ തീമും അതേപോലെ തന്നെ ഡേയും നോട്ട് ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. So chairman of the Muthoot Group passed away at the age of 71 in New Delhi recently. When did he take over Muthoot Group chairman? So ഈ ഒരു മുത്തൂട്ട് ഗ്രൂപ്പിന്റെ ചെയർമാൻ 71-ാമത്തെ വയസ്സിൽ ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. സോ അദ്ദേഹം എന്നാണ് മുത്തൂട്ട് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് ചാർജ് എടുത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. സോ 1993-ലാണ് മുത്തൂട്ട് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് ഇദ്ദേഹം ചാർജ് എടുത്തത്. So he was listed as the 26th richest man in India by Forbes in 2020. He was one of the 6 Malayalis who were featured on the list. അപ്പം 6 മലയാളീസിൽ ഒരാളായിരുന്നു അല്ല ഫോബ്സ് ലിസ്റ്റിൽ. 2020യുടെ ഫോബ്സ് റിച്ചസ്റ്റ് മാനിൽ ആകെ ഉണ്ടായിരുന്ന മലയാളീസ് 6 മലയാളീസിൽ ഒരാളായിരുന്നു ഈ പറയുന്ന മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആള്. അപ്പം 26-ാമത്തെ റിച്ചസ്റ്റ് മാൻ ആയിട്ടാണ് ഫോബ്സിൽ 2020-ൽ നിന്നത്. സോ അദ്ദേഹം ഏത് ഇയറിലാണ് ചാർജ് എടുത്തത്? 1993-ലാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. So which state has recently launched Anmol app under National Health Mission? You can answer now. And the answer is Jammu and Kashmir. സോ ആൻമോൾ ആപ്പ് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്തത്
ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓർത്തു വെക്കുക, ആൻമോൾ ആപ്പ് റിലേറ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ. അതിന്റെ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, സമ്മറിൽ ശ്രീനഗറും വിന്ററിൽ ജമ്മു ആണ് ക്യാപിറ്റൽസ്. ഗവർണർ ആയിട്ടുള്ളത് ഗവർണർ മനോജ് സിൻഹ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റലും ഗവർണറുമാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ ടു ദ 6th question. Kieron Pollard has become the third man to hit 6 sixes in an over. He is playing for which country? You can answer now. So he is playing for West Indies. So Pollard joins former India batsman Yuvraj Singh as the only other player to hit 6 sixes in an over in a T20 cricket, and just the third man to hit 6 sixes in an international match, emulating Herschel Gibbs South Africa and Yuvraj Singh India. Gibbsനും യുവരാജ് സിംഗിനും ശേഷം മൂന്നാമത്തെ ആള്, ഒരു ഓവറിൽ 6 സിക്സും അടിക്കുന്ന മൂന്നാമത്തെ ആളായിട്ട് കെയ്റോൺ പൊള്ളാർഡ് ആണ് വന്നത്. സോ കെയ്റോൺ പൊള്ളാർഡ് പ്ലേ ചെയ്യുന്നത് ഏത് കൺട്രിക്ക് വേണ്ടിയിട്ടാണ്? It's for West Indies. Okay, so let's go to the 7th question. Glenmark Pharmaceuticals Limited has signed an Indian cricketer as its brand ambassador. What is the name of the Indian cricketer? You can answer now. And the answer is Rohit Sharma. അപ്പോൾ രോഹിത് ശർമ്മയാണ് ഈ ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് കമ്പനിയുടെ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ. അപ്പം ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസ് ഓർത്തിരുന്നോളുക ആ പേര്. ആ ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്ന ഇന്ത്യൻ ക്രിക്കറ്റർ ആണ് രോഹിത് ശർമ്മ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹി വിൽ ബി റെപ്രസെന്റിംഗ് ഗ്ലെൻമാർക്സ് കാൻഡിഡ് പൗഡർ ദ വെൽ നോൺ ബ്രാൻഡ് ഓഫ് ഗ്ലെൻമാർക്ക് കൺസ്യൂമർ കെയർ ഡിവിഷൻ. സോ കാൻഡിഡ് പൗഡറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റർ ആണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 8th question. Who has been appointed as the first vice president and chief operating officer of New York based Federal Reserve Bank? You can answer now. So the answer is Naureen Hassan. So appointed as the first vice president and COO of New York based Federal Reserve Bank. So Federal Reserve in the New York based Federal Reserve in the COO and first vice president at appointed ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. It's Naureen Hassan. So Indian origin Naureen Hassan 25 വയസ്സാണ് അദ്ദേഹത്തിന്. Has been appointed as the first vice president and CEO of New York based Federal Reserve Bank by the Board of Governors of ഫെഡറൽ റിസർവ് സിസ്റ്റം. സോ ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നൗറീൻ ഹസൻ എന്നുള്ള പേര് ഓർത്തിരുന്നോളുക. സോ ലെറ്റ്സ് ഗോ ടു 9th question. Prime Minister Modi will inaugurate Maitri Setu between India and Bangladesh. It has been built over which river? You can answer now. So the answer is Feni River. Feni River ന് മുകളിൽ കൂടിയാണ് മൈത്രി സേതു എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ മോഡി ഇനാഗുറേറ്റ് ചെയ്ത ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള മൈത്രി സേതു ഫെനി റിവറിന് മുകളിൽ കൂടിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ബിൽറ്റ് ഓവർ ഫെനി റിവർ വിച്ച് വാസ് ബിറ്റ്വീൻ ത്രിപുര ആൻഡ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനും ത്രിപുരയ്ക്കും ഇടയ്ക്കൂടെ ഒഴുകുന്നതാണ് ഈ ഫെനി റിവർ എന്ന് പറയുന്നത്. ആ ഒരു റിവറിന് മുകളിൽ കൂടിയാണ് ഈ ഇന്ത്യയും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള ഈ മൈത്രി സേതു ബിൽഡ് ചെയ്തത്. അത് പ്രൈം മിനിസ്റ്റർ മോഡി ഇനാഗുറേറ്റ് ചെയ്തുവെന്നും നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 10th question. India's first has inaugurated transgender community desk in which state? India's first inaugurated transgender community desk. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് എവിടെയാണെന്നാണ് ചോദ്യം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഇനാഗുറേറ്റ് ചെയ്തു, അത് എവിടെയാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. സോ ദി ആൻസർ ഈസ് തെലങ്കാന. തെലങ്കാനയിലാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഓർത്തിരുന്നോളുക. സോ സൈബരാബാദ് പോലീസ് ഹാസ് ഇനാഗുറേറ്റഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് അറ്റ് ഗാച്ചിബോളി പോലീസ് സ്റ്റേഷൻ ഇൻ രംഗാറെഡ്ഡി ഡിസ്ട്രിക്ട് തെലങ്കാന. തെലങ്കാനയിലുള്ള രംഗാറെഡ്ഡി ഡിസ്ട്രിക്റ്റിലെ ഗാച്ചിബോളി പോലീസ് സ്റ്റേഷനിലുള്ള സൈബരാബാദ് പോലീസ് ആണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ഇനാഗുറേറ്റ് ചെയ്തത്.
So it is the first of its kind gender inclusive community policing initiative. Gender inclusive community policing initiative ആണ് ഈ community desk എന്ന് പറയുന്നത്. So transgender community desk policing transgender community desk എന്ന് പറയുന്നത് തെലങ്കാനയിലാണെന്നുള്ളത് important ആയിട്ടുള്ള പോയിന്റ് ആണ്. So let's go to 11th question. EPFO board has recommended dash interest for the financial year 2021. So 2021 financial year ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. EPFO ബോർഡ് റെക്കമെൻഡ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് അവിടുത്തെ ഫണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is 8.50. 8.5 ആണ് EPFO ബോർഡ് റെക്കമെൻഡ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്. സോ EPFOയുടെ ഫുൾ ഫോം അറിയാലോ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ്. 2021 ഇൻട്രസ്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്തത്. അത് 8.5 ആണ്. 8.5 ആണ് EPFOയുടെ 8.5. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇയർ 2021 ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 12th question. Union Minister of Ports, Shipping and Waterways Manshukh Mandavia has flagged off an all-woman crew on board Shipping Corporation of India vessel. What is its name? ഇപ്പം യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള, അതായത് മാൻസുഖ് മാണ്ഡവ്യ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മിനിസ്റ്റർ ആണ്, ഇൻഡിപെൻഡന്റ് ചാർജ് ആണ്. സോ ഹാസ് ഫ്ലാഗ്ഡ് ഓഫ് ആൻ ഓൾ വിമൻ ക്രൂ ഓൺ ബോർഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വെസൽ. ആ വെസലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ യു കൻ ആൻസർ നൗ. So the right answer is MT Swarna Krishna. So Swarna Krishna ഓർത്തിരിക്കുക, വെസലിന്റെ പേരാണ്, SAI വെസൽ ആണ്. സോ അത് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണ്? മാൻസുഖ് മാണ്ഡവ്യ ആണ്. ഇൻഡിപെൻഡന്റ് ചാർജ് ആണ് പോർട്സിന്റെയും ഷിപ്പിംഗിന്റെയും വാട്ടർവേസിന്റെയും, അതായത് ബാർജിലെയാണ് നമ്മൾ പറയുന്നത്. So it is the first time in the world maritime history that a ship is being sailed by all women officers. ഇതിന്റെ പ്രത്യേകത മുഴുവൻ ആൾക്കാരും, ഇത് സെയിൽ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും വിമൻ ഓഫീസേഴ്സ് ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ പേരാണ് MT Swarna-Krishna എന്ന് പറയുന്നത്. MT Swarna-Krishna ഓർത്തിരുന്നോളുക. ഓക്കെ, ഇറ്റ്സ് എ വെസൽ. Okay, so let's go to 13th question. Ramesh Pokhriyal has virtually inaugurated New Delhi World Book Fair Virtual Edition. What is the theme? So book fair ആണ്, ന്യൂ ഡൽഹി വേൾഡ് ബുക്ക് ഫെയർ 2021 വിർച്വൽ എഡിഷൻ ആണ്. അത് ഇനാഗുറേറ്റ് ചെയ്ത രമേശ് പോഖ്രിയാൽ ആണ്. അതിന്റെ തീം എന്താണെന്നാണ് ചോദ്യം. സോ യു കൻ ആൻസർ നൗ. And the right answer is National Education Policy 2020. So 2021 is the 29th edition of the annual World Book Fair. So annual World Book Fair. And for the first time, the fair will be held virtually due to COVID-19 pandemic. COVID-19 pandemic കാരണം എല്ലാം ഇപ്പോൾ വിർച്വൽ ആയിട്ട് തന്നെയാണ് നടക്കാറ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വേൾഡ് ബുക്ക് ഫെയറും ന്യൂഡൽഹി വെച്ചിട്ടാണ് നടന്നത്. സോ അത് ഇനാഗുറേറ്റ് ചെയ്തത് രമേശ് പോഖ്രിയാൽ ആണ്. സോ അതിന്റെ തീം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 14th question. Which Indian news group or agency won 2 golds and 2 silver? 2 golds and 2 silver at One Infra South Asian Digital Media Awards. One Infra's South Asian Digital Media Awards, and is named as Champion Publisher of the Year. Or Champion Publisher of the Year. So you can answer now. So the right answer is ഹിന്ദു ഗ്രൂപ്പ് ആണ് ആ ഒരു 2 ഗോൾഡും 2 സിൽവറും വാൻ ഇഫ്ര സൗത്ത് ഏഷ്യൻ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിലെ ചാമ്പ്യൻ പബ്ലിഷർ ഓഫ് ദി ഇയർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടത് ഹിന്ദു ഗ്രൂപ്പിനെയാണ്. അപ്പൊ ന്യൂസ് ഗ്രൂപ്പ് ഓർ ഏജൻസിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഹിന്ദു ഗ്രൂപ്പിനെയാണ് ആ ഒരു 2 ഗോൾഡും 2 സിൽവറും നേടി അവർ ചാമ്പ്യൻ പബ്ലിഷർ ഓഫ് ദി ഇയർ എന്നുള്ള രീതിയിൽ ഡെസിഗ്നേറ്റ് ചെയ്തത്. ദ അവാർഡ്സ് ആർ പ്രസന്റഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഡൺ ബൈ ന്യൂസ് പബ്ലിഷേഴ്സ് ഇൻ ഡിജിറ്റൽ മീഡിയ. ഡിജിറ്റൽ മീഡിയയിലുള്ള ന്യൂസ് പബ്ലിക്കേഷനുള്ള അവാർഡാണിത്. സോ അത് ഹിന്ദു ഗ്രൂപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 15th question. India's first forest healing center was inaugurated by noted environmentalist Joginder Bisht, located at Dash in Uttarakhand. So you can answer now. And the right answer is Ranikhet.
സോ ഉത്തരാഖണ്ഡിലുള്ള റാണി ഖേത്തിലാണ് ഈ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. അത് ഇനാഗുറേറ്റ് ചെയ്തത് ഫേമസ് എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ടുള്ള ജോഗീന്ദർ ബിഷ്ട് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ ഇനാഗുറേറ്റഡ് ബൈ ജോഗീന്ദർ ബിഷ്ട്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ. അത് ഉത്തരാഖണ്ഡിലുള്ള റാണി ഖേത്തിലാണ് അത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ വാസ് ഇനാഗുറേറ്റഡ് ബൈ നോട്ടൽ എൻവയോൺമെന്റ് ജോഗീന്ദർ ബിഷ്ട് in the pain dominated forest located in Rani Khet in Kalika, Uttarakhand. It was developed by the research wing of Uttarakhand Forest Department in the area of around 13 acres. 13 ഏക്കറിലുള്ളതാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So let's go to 16th question. The name of the retired IAS officer of 1986 batch who has been appointed as the CEO of Sunset TV. Sunset TVയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? അദ്ദേഹം ഒരു IAS ഓഫീസർ ആണെന്ന് പറയുന്നുണ്ട് 1986 ബാച്ചിലെ. So you can answer now. And the right answer is Ravi Kapoor. Ravi Kapoor ആണ് സൺസെറ്റ് ടിവിയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ രവി കപൂർ എന്ന് പറയുന്നത് ഫേമസ് റിട്ടയർഡ് IAS ഓഫീസർ ആണ് 1986 ബാച്ചിലെ. അപ്പം ആരാണ്? സൺസെറ്റ് ടിവിയുടെ CEO. സൺസെറ്റ് ടിവിയുടെ CEO ആണ് രവി കപൂർ എന്ന് പറയുന്നത്. The merger was the result of the decision of the Rajya Sabha chairman Venkaiah Naidu and Lok Sabha speaker Om Birla. So ഈ ഒരു മെർജർ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടന്നത് decision of the രാജ്യസഭ ചെയർമാൻ വെങ്കയ്യ നായിഡു ആൻഡ് ലോക്സഭ സ്പീക്കർ ഓം ബിർള ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഡിസിഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 17th question. Which bank has launched Smartup Unnati? അപ്പോൾ സ്മാർട്ടപ്പ് ഉന്നതി എന്ന് പറയുന്ന എ മെന്ററിംഗ് പ്രോഗ്രാം ബൈ വുമൻ ഫോർ വുമൻ എന്റർപ്രണേഴ്സ്. വുമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വുമൻ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ടപ്പ് ഉന്നതി എന്ന് പറയുന്ന ആ ഒരു മെന്ററിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് ബാങ്ക് ആണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is HDFC. HDFC ആണ് ഈ സ്മാർട്ടപ്പ് ഉന്നതി എന്ന് പറയുന്ന ഈ ഒരു മെന്ററിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. സോ HDFC Bank has launched Smartup Unnati, a mentoring program by women for women entrepreneurs. Under this program, senior women leaders from HDFC Bank with the expertise spanning domains will mentor women entrepreneurs to achieve their goals in the next 1 year. അടുത്ത 1 ഇയറിലേക്ക് അവരുടെ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ആണ് ഈ സ്മാർട്ടപ്പ് ഉന്നതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാർട്ടപ്പ് ഉന്നതി ലോഞ്ച് ചെയ്തത് HDFC ആണ്. സ്മാർട്ടപ്പ് ഉന്നതി ലോഞ്ച് ചെയ്തത് HDFC ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 18th question. യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഹാസ് സൈൻഡ് ആൻ എഗ്രിമെന്റ് വിത്ത് ഡാഷ്. അപ്പം വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആരുമായിട്ടാണ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത് മാർച്ചിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is Invest India. അപ്പം WCD join hands with Invest India. ഓർത്തിരിക്കുക, Invest India. The aim will enhance cooperation in the thematic areas of nutrition, child protection and development, women empowerment, and convergent capacity building in mission mode. സോ ഇത്രയും കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ലിങ്ക് നടന്നതെന്നുള്ളതാണ് പറയുന്നത്. സോ അത് എന്തൊക്കെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി സൈൻഡ് എഗ്രിമെന്റ് വിത്ത് ഇൻവെസ്റ്റ് ഇന്ത്യ എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു 19th question. Which state has launched the second phase of Mission Shakti to encourage women empowerment on International Women's Day? You can answer now. And the right answer is Uttar Pradesh. So എന്തിന്റെ മിഷൻ ശക്തിയുടെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തു. എന്തിന്? ടു എൻകറേജ് വുമൺ എംപവർമെന്റ് ഇൻ ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ അന്ന് വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഒരു മിഷൻ ശക്തി എന്നുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഉത്തർപ്രദേശ് ആണ് മിഷൻ ശക്തിയുടെ സെക്കൻഡ് ഫേസ് വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേയിൽ ലോഞ്ച് ചെയ്തത്. അണ്ടർ ദിസ് CM inaugurates women special police stations in 18 districts along with pink booths and pink toilets. So pink boothും പിങ്ക് ടോയ്ലറ്റും അടക്കം 18 ഡിസ്ട്രിക്ട്സിൽ എന്ത് ഇനാഗുറേറ്റ് ചെയ്തു? വിമൻ സ്പെഷ്യൽ പോലീസ് സ്റ്റേഷൻ ഇനാഗുറേറ്റ് ചെയ്തു ഇതിന്റെ ഒരു ഭാഗമായിട്ട്. സോ ഉത്തർപ്രദേശിലാണ് അതെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 20th question. Recently, Anshuman Singh passed away due to some health ailments. Anshuman Singh.
He was the former governor of which state? അദ്ദേഹം ഒരു ഗവർണർ ആയിരുന്നു, ഏത് സ്റ്റേറ്റിന്റെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. You can answer now. And the right answer is Rajasthan. രാജസ്ഥാന്റെ ഫോർമർ ഗവർണർ ആയിരുന്നു അൻഷുമാൻ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒബിച്വറിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. He was a retired justice who served as the governor of Rajasthan from January 1999 till 2003. 99 മുതൽ 2003 വരെയാണ് അദ്ദേഹം രാജസ്ഥാന്റെ ഗവർണർ ആയിരുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണെന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. സോ പേര് ഓർത്തിരിക്കുക, അൻഷുമൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ് രാജസ്ഥാനിലെ ഫോർമർ ഗവർണർ ആണ്. സോ ലെറ്റ്സ് ഗോ ടു 21st question. The Ministry of Dash has signed an MOU with the Ministry of Agriculture to amplify sericulture activities in the country. So Ministry of Agriculture ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? ഏത് മിനിസ്ട്രിയുമായിട്ടാണെന്നാണ് ചോദ്യം. ടു ആംപ്ലിഫൈ സെറികൾച്ചർ ആക്ടിവിറ്റിയെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട്. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is textiles. So textiles ministry ആണ് അഗ്രികൾച്ചർ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് സെറികൾച്ചർ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് MOU സൈൻ ചെയ്തത്. So MOU will focus on establishing tree-based agroforestry models in sericulture along with exploring possibilities of activities through Krishi Vigyan Kendra. Krishi Vigyan Kendra വഴി അതിന്റെ ആക്ടിവിറ്റീസ് മൊബിലൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ട്രീ ബേസ്ഡ് അഗ്രോഫോറസ്ട്രി മോഡൽ സെറികൾച്ചറിലുള്ള ആ ഒരു മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. സോ രണ്ട് മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. ഇവർ രണ്ടുപേരോടെ ചേർന്നാണ് ഈ ഒരു സെറികൾച്ചർ ആക്ടിവിറ്റിയെ ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള MOU സൈൻ ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ടു 22nd question. Who has clinched gold in boxing at 35th edition of Boxam International Tournament with 10 medals in Castellon, Spain? 10 മെഡൽ കിട്ടിയത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 10 മെഡൽസും കൊണ്ട് ബോക്സാം ഇന്റർനാഷണൽ ടൂർണമെന്റ് 35th എഡിഷനിൽ, അതായത് സ്പെയിനിലെ കാസ്റ്റലോണിൽ നടന്ന ആ ഒരു ഇതിൽ ബോക്സിംഗിൽ ഗോൾഡും അതോടൊപ്പം 10 മെഡൽസും നേടിയിട്ട് വന്നത് ആരാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നോ. And the right answer is Manish Kaushik. Manish Kaushik ആണ് ഈ 10 മെഡൽസ് നേടിയ മിടുക്കൻ. അതായത് 35th എഡിഷൻ ഓഫ് മോക്സാം ഇന്റർനാഷണൽ ടൂർണമെന്റ് കാസ്റ്റലോൺ സ്പെയിനിൽ നടന്ന ബോക്സിംഗിൽ ഗോൾഡ് ക്ലിഞ്ച് ചെയ്ത ആളുടെ പേരാണ് മനീഷ് കൗശിക്. ആള് തോപ്പിച്ചത് ആരെയാണ്? ഡെൻമാർക്കിന്റെ നിക്കോളായ് ടെർട്ടേരിയാനെയാണ് വിത്ത് എ സ്പിൽറ്റ് ഓഫ് 3-2 ഡിസിഷൻ ഇൻ മെൻ 63 kg. മെൻ 63 kgയിലാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 3-2 എന്നുള്ള സ്കോറിനാണ് ഈ നിക്കോളായ് ടെർട്ടേരിയാനെ തോപ്പിച്ചത്. എന്നിട്ടാണ് ഡെൻമാർക്കിലുള്ള ആളെയാണ് തോപ്പിച്ചത്. സോ എന്നിട്ടാണ് ഈ ഒരു ഗോൾഡ് നേടിയെടുത്തത്. അപ്പൊ കാസ്റ്റലോണിലെ സ്പെയിനിലാണ് ഈ ബോക്സാം ഇന്റർനാഷണൽ ടൂർണമെന്റ് നടന്നത്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 23rd question. Who has been appointed as the chairperson of APRACA? എന്താണ്? ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് അസോസിയേഷൻ. അതിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is GR Chintala. സോ എന്താ? ചെയർമാൻ ഓഫ് നബാർഡ് GR ചിന്തല. നബാർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള GR ചിന്തല ആണ് ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് അസോസിയേഷൻ APRACA എന്ന് പറയും. സോ അതിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി സക്സീഡഡ് DPK ഗുണശേഖര. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളാണ് DPK ഗുണശേഖര. അതും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. സോ കൺഫ്യൂസ് ആക്കാനാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക, GR ചിന്തയാണ് പുതിയ ചെയർമാൻ. ആള് മുന്നേ ഉണ്ടായിരുന്ന ആളാണ് DPK ഗുണശേഖര എന്ന് പറയുന്നത്. എന്തിന്റെയാണ്? ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അസോസിയേഷൻ APRACA എന്ന് കൊടുത്തിരുന്നാൽ മതി. അതിന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്താണ് GR ചിന്തല. അദ്ദേഹം നബാർഡിന്റെ ചെയർമാൻ ആയിരുന്നു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 24th question. What is India's rank globally in the latest Economic Freedom Index? Important ആണ്. Economic Freedom Index 2021 published by US conservative think tank the Heritage Foundation. So Heritage Foundation publish ചെയ്ത 2021 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഗ്ലോബലി ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നോ.
So the right answer is 121. India's rank ആണ് 121. So Heritage Foundation, a US conservative think tank, recently launched the Economic Freedom Index. ഓർത്തിരിക്കുക, Economic Freedom Indexിലാണ് 121. Economic Freedom Indexിലാണ് 121. അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളത് ഓർത്തിരിക്കുക. ഫ്രീഡം പല ഇൻഡെക്സുകൾ ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഫ്രീഡം ഇൻഡെക്സിൽ 121. ഫ്രീഡം ഇൻഡെക്സിൽ 121. The index was prepared by covering 184 countries, this time for a period of July 2019 to June 2020. 184 കൺട്രിയെ വെച്ച് നടത്തിയ ഇൻഡെക്സിലാണ് 121 നിൽക്കുന്നത് എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. So let's go to 25th question. Which country has banned full facial coverings including the niqab and burqa in almost all public places? ഏത് രാജ്യമാണ് പബ്ലിക് പ്ലേസസിൽ ഫുൾ ഫേഷ്യൽ കവറിങ്സും ബാൻ ചെയ്തത് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the answer is Switzerland. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ് ഈ ഫുൾ ഫേഷ്യൽ കവറിങ് ബാൻ ചെയ്ത രാജ്യം. ഓർത്തിരിക്കുക, പബ്ലിക് പ്ലേസസിലെ നിക്കാബും ബുർക്ക അടക്കം എല്ലാ ഫേഷ്യൽ കവറിങ്സും ബാൻ ചെയ്ത രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സോ സ്വിറ്റ്സർലാൻഡ് ഹാസ് വോട്ടഡ് ഇൻ ഫേവർ ഓഫ് എ പ്രൊപ്പോസൽ ബാനിങ് full facial covering including the burqa and niqab in almost all public places. So let's go to 26th question. Name the Indian player who was awarded the ICC Player of the Month award for February. ഇപ്പോൾ ഫെബ്രുവരിയിലെ ICC Player of the Month ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്ലെയർ ആരാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is Ravichandran Ashwin. So Ashwin beat England captain Joe Root. Ashwin Joe Rootനെ കടന്നിട്ടാണ് and West Indies Kyle Mayers to the award. So Kyle Mayersനെയും ജോ റൂട്ടിനെയും മറികടന്നാണ് രവിചന്ദ്രൻ അശ്വിൻ ഈ ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ഫോർ ഫെബ്രുവരി കരസ്ഥമാക്കിയെടുത്തത്. സോ ഓർത്തിരിക്കുക, ഫെബ്രുവരിയിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് രവിചന്ദ്രൻ അശ്വിൻ. സക്സീഡ് ചെയ്ത ആരെയാണ്? ജോ റൂട്ടിനെയും കൈൽ മേയേഴ്സിനെയുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 27th question. Tirath Singh Rawat became new chief minister of Dash. എവിടുത്തെ ന്യൂ ചീഫ് മിനിസ്റ്റർ ആണ് തിരാത്ത് സിംഗ് റവാത്ത് എന്ന് പറയുന്നത്? അപ്പൊ പേര് ഓർത്തിരിക്കുക, തിരാത്ത് സിംഗ് റവാത്ത്. യു ക്യാൻ ആൻസർ നൗ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ CM ആണ് തീരത്ത് സിംഗ് റവാത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ത്രിവേന്ദ്ര സിംഗ് റവാത്ത് ആയിരുന്നു ഇതിന് മുന്നേ ഉള്ളത്. തീരത്ത് സിംഗ് റവാത്ത് വിൽ ടേക്ക് ഓവർ ആസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ് ആഫ്റ്റർ ദ റെസിഗ്നേഷൻ ഓഫ് ത്രിവേന്ദ്ര സിംഗ് റവാത്ത്. അപ്പൊ ത്രിവേന്ദ്ര സിംഗ് റവാത്ത് ആയിരുന്നു, അദ്ദേഹത്തിന്റെ റെസിഗ്നേഷന് ശേഷം തിരത്ത് സിംഗ് റവാത്ത് ആണ് ഇപ്പോഴത്തെ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്. സോ റവാത്ത് റിലേറ്റഡ് ടു ഉത്തരാഖണ്ഡ്. അപ്പൊ ആ രീതിയിൽ പഠിക്കുക, സ്റ്റേറ്റ്സ് ഒക്കെ എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. So Tirath Singh Rawat became new Chief Minister of Uttarakhand. So let's go to 28th question. Which of the following state has launched Super 75 scholarship scheme for meritorious girls? So Super 75 എന്ന് പറയുന്ന സ്കോളർഷിപ്പ് മെറിറ്റോറിയസ് ഗേൾസിന് വേണ്ടിയിട്ടുള്ളത്. Super 75 എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is Jammu and Kashmir. So Jammu and Kashmir തന്നെയാണ് Super 75 സ്കോളർഷിപ്പ് മെറിറ്റോറിയസ് ഗേൾസിനുള്ള Super 75 സ്കോളർഷിപ്പ് ലോഞ്ച് ചെയ്തത്. എന്താണ് ഇതിന്റെ എയിം? ടു ഫെസിലിറ്റേറ്റ് ദ എഡ്യൂക്കേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഓഫ് വുമൻ. വുമന്റെ എഡ്യൂക്കേഷനും എന്റർപ്രണർഷിപ്പ്. നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ പോലുള്ള സ്റ്റേറ്റിൽ അധികം വിമൻ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്വന്തം കാര്യം നോക്കി ആ ഒരു കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളല്ല അവിടെ ഉള്ളത്. സോ അതിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് ഈ ഒരു Super 75 scholarship initiate ചെയ്യുന്നത്. The scheme will support the education of meritorious girls from poor families so that they can excel in streams like medicine, engineering, ITI and humanity and contribute to nation building. അപ്പം nation building ആണ് ഇതിന്റെ അറ്റ്മോസ്റ്റ് എയിം എന്ന് പറയുന്നത്. സോ ഓർക്കുക, Super 75 സ്കോളർഷിപ്പ് ജമ്മു ആൻഡ് കശ്മീർ ആണെന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു 29th question. Book titled Dynasty to Democracy, The Untold Story of Smriti Irani's Triumph is written by whom? You can answer now. So the right answer is Anand Vijay.
അപ്പൊ ഡൈനാസ്റ്റി ടു ഡെമോക്രസി അൺടോൾഡ് സ്റ്റോറി ഓഫ് സ്മൃതി ഇറാനീസ് ട്രയംഫ്. സ്മൃതി ഇറാനിന്റെ അൺടോൾഡ് സ്റ്റോറിയാണ് ഈ ഡൈനാസ്റ്റി ടു ഡെമോക്രസി എന്ന് പറയുന്നത്. അത് എഴുതിയ ആൾ ആരാണെന്നാണ് ചോദ്യം. ആനന്ദ് വിജയ് ആണ് എഴുതിയത്. സോ സ്മൃതി ഇറാനിയെ പറ്റിയിട്ട് എഴുതിയത് ആനന്ദ് വിജയ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ദ ബുക്ക് ട്രേസസ് ദ ജേർണി ഓഫ് സ്മൃതി ഇറാനി ഫ്രം ഹർ ഡിഫീറ്റ് ഇൻ 2014 ടു ഹെർ വിക്ടറി ഓവർ അമേത്തി യുപി ഇൻ 2019. 14 മുതൽ 19 വരെയുള്ള 14ലുള്ള ഡിഫീറ്റിനെ മറികടന്ന് 19ലുള്ള ആ ഒരു വിക്ടറിയെ ഫോക്കസ് ചെയ്ത് എഴുതിയ ഒരു ബുക്കാണ് ഡൈനാസ്റ്റി ടു ഡെമോക്രസി എന്ന് പറയുന്നത്. സോ അത് എഴുതിയത് ആനന്ദ് വിജയ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 38th question. My life and struggle is the autobiography of which freedom fighter? You can answer now. So the right answer is അബ്ദുൾ ഗാഫർ ഖാൻ. അബ്ദുൾ ഗാഫർ ഖാൻ. സോ മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ, ഇതാണ് ബുക്കിന്റെ പേര്. മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ. ഇത് ഓട്ടോബയോഗ്രഫി ആണ്. ഏത് ഫ്രീഡം ഫൈറ്ററിന്റേതാണ് ചോദ്യം. അബ്ദുൾ ഗാഫർ ഖാൻ എന്ന ഫ്രീഡം ഫൈറ്ററിന്റെ ഓട്ടോബയോഗ്രഫി ആണ് മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് അബ്ദുൾ ഖാൻസ് ഓട്ടോബയോഗ്രഫി വിച്ച് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഇറാനിയൻ ലാംഗ്വേജ് പാഷ്തോ ഇൻ 1983. 1983 പാഷ്തോ ലാംഗ്വേജ്, ഇറാനിയൻ ലാംഗ്വേജിൽ പബ്ലിഷ് ആയ ഓട്ടോബയോഗ്രഫിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഈ മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. So let's go to 31st question. President Ramnath Kovind has presented a baton of honor and a letter of appreciation to former Puducherry Lieutenant Governor Dash at Rashtrapati Bhavan. അപ്പം പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് ഒരു ബാറ്റൺ ഓഫ് ഓണർ അതേപോലെ തന്നെ ലെറ്റർ ഓഫ് അപ്രീസിയേഷനും കൊടുത്തു. ആർക്ക്? പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറിന്. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ ആരാണ് ആ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നുള്ളതാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് കിരൺ ബേഡി. കിരൺ ബേഡിയാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് രാംനാഥ് കോവിന്ദ് ബാറ്റൺ ഓഫ് ഓണർ അതേപോലെ തന്നെ ലെറ്റർ ഓഫ് അപ്രീസിയേഷനും കൊടുത്തത്. സോ ദ ഫോർമർ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ റിസീവ്ഡ് എ ബാറ്റൺ ഓഫ് ഓണർ ഡെക്കറേറ്റഡ് വിത്ത് ദ എംബ്ലം ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ആൻഡ് ദ അപ്രീസിയേഷൻ ലെറ്റർ റെക്കഗ്നൈസിംഗ് ഹിസ് സർവീസ് ഇൻ ദ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 32nd question. Who will be conferred with the International Federation of Film Archives, FIAF എന്ന് പറയും, ആ അവാർഡ് നേടിയത്? Who will be conferred with the International Federation of Film Archives Award? FIAF എന്ന് പറഞ്ഞാൽ മതി. FIAF Award 2021. You can answer now. And the right answer is Amitabh Bachchan. സോ ഫിയാഫ് അവാർഡ്, അതായത് ഫെഡറേഷൻ ഓഫ് ഫിലിം അച്ചീവ്സ് അവാർഡ് 2021 നേടുന്ന ആരാണെന്നാണ് ചോദ്യം. അമിതാഭ് ബച്ചൻ ആണ്. വെറ്റർ ആക്ടർ വിൽ ബി ദ ഫസ്റ്റ് ഇന്ത്യൻ സിനിമ പേഴ്സണാലിറ്റി ടു ബി bestowed with the ഫിയാഫ് അവാർഡ് ഫോർ ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രിസർവേഷൻ ഓഫ് ദ വേൾഡ്സ് ഫിലിം ഹെറിറ്റേജ്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പിടിച്ചു നിർത്തിയ ഒരു നടനായിരുന്നു അമിതാഭ് ബച്ചൻ. അതിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള വണ്ണമാണ് FIAF അവാർഡ് കിട്ടിയത്. ആദ്യത്തെ ഇന്ത്യൻ സിനിമ പേഴ്സണാലിറ്റി ആണ് ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. ഈ ഒരു അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ പേഴ്സണാലിറ്റി. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ടു 33rd question. Which of the following bank has launched a range of wearable contactless payment device under the brand Wear and Pay? Wear and Pay. സോ ഏത് ബാങ്ക് ആണ് ഒരു വിയർ ആൻഡ് പേ എന്നുള്ള പറയുന്ന കോൺടാക്ട്ലെസ് പേയ്മെന്റ് ഡിവൈസ്, വിയറബിൾ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ഡിവൈസ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. And the right answer is Axis Bank. അപ്പോൾ വിയർ ആൻഡ് പേ എന്നുള്ളത് ആക്സിസ് ബാങ്കുമായിട്ട് ചേർത്ത് പഠിക്കുക. കുറച്ച് പോയിന്റ്സ് ഉണ്ട് നോട്ട് ചെയ്യാനായിട്ട്. These devices come in different forms of wearable like band, keychain and watch loop and are available starting at rupees 750. 750 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാച്ച് ലൂപ്പ്, കീ ചെയിൻ, ബാൻഡ് എന്നുള്ള ഡിഫറെന്റ് ഫോമിലായിരിക്കും ഈ വിയറബിൾ ബാൻഡ് വരിക. The wearables are directly linked to the bank account of an Axis Bank customer and function like a regular debit card. അപ്പോൾ ആലോചിക്കുക, ഈ വിയർ ആൻഡ് പേയിലുള്ള ഈ വിയറബിൾ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ഡിവൈസസ് ഒരു ഡെബിറ്റ് കാർഡായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്സിസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്രയാണ്. അതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദിൽ സേ ഓപ്പൺ എന്നാണ്. ആക്സിസ് ബാങ്കിന്റെ MD ആൻഡ് CEO അമിതാഭ് ചൗധരിയാണ്, ഓർത്തിരിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, ടാഗ് ലൈൻ ദിൽ സേ ഓപ്പൺ, MD ആൻഡ് CEO അമിതാഭ് ചൗധരി. ഇതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് വിയർ ആൻഡ് പേ എന്നുള്ളത്, ഓർത്തിരിക്കുക. ഈ ഒരു ഡെബിറ്റ് കാർഡ് പോലെ എന്താ പറയുന്നത് ആക്ട് ചെയ്യുന്ന ബാൻഡും കീ ചെയിനും വാച്ച് ലൂപ്പും ഒക്കെയാണ് ഈ ആക്സിസ് ബാങ്കിന്റെ പ്രത്യേകത എന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 34th question.
Which country has launched its first military exercise in space to evaluate its ability to defend its satellite and other defense equipment from an attack? So, ഏത് country ആണ് ആദ്യത്തെ military exercise, സ്പേസിലുള്ള ആദ്യത്തെ military exercise ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. So, you can answer now. And the right answer is France. For France ആണ് the first military exercise in space to evaluate its ability to defend its satellite and other defense equipment from an attack. അപ്പോൾ അറ്റാക്ക് വരുന്ന സമയത്ത് അതിനെ തടയാനായിട്ട് ഉള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് സ്പേസിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാരാണ് കണ്ടക്ട് ചെയ്തത്? ഫ്രാൻസ് ആണ്. So this was the first such exercise for French army and Europe. So it has been condemned as Asterix. ഇങ്ങനെയാണ് ഇതിനെ നെയിം ചെയ്തിരിക്കുന്നത്. In memory of the first French satellite from 1965 and will be based on 18 simulated events. So, ഈ ഒരു നെയിം കിട്ടിയതിന് പുറകിൽ 1965 ആദ്യത്തെ ഫ്രഞ്ച് സാറ്റലൈറ്റിന്റെ ഒക്കെ പേര് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആസ്റ്റർ എക്സ് എന്നാണ് ഇതിനെ പേര് ചെയ്തിരിക്കുന്നത് ഈ എക്സസൈസിനെ. അത് ആദ്യത്തെ മിലിറ്ററി എക്സസൈസ് ആണ് സ്പേസിൽ എന്തിനീ അറ്റാക്കിനെയൊക്കെ തടയാനായിട്ടുള്ളതാണ്. സോ അത് ഫ്രാൻസ് ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 35th question. Who has been adjudged as the BBC India Sportswoman of the Year Award 2020? So BBC India Sportswoman of the Year Award 2020 നേടിയത് ആരാണെന്നാണ് ചോദ്യം. So you can answer now. And the right answer is Koneru Hampi. Koneru Hampi. So വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആണ് കൊനേറു ഹംപി. റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആണ്, 33 വയസ്സാണ്. ഹാസ് വൺ ദ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഫോർ 2021. സ്പോർട്സ് വുമൺ ഓഫ് ദി അവാർഡ് ആണ് ആലോചിക്കുക. ഷീ വാസ് ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഇൻ 2002. 2002 യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു അറ്റ് ഏജ് ഓഫ് 15. She has received the Arjuna Award in 2003 and Padma Shri in 2007. അപ്പോൾ അർജുന അവാർഡും പത്മശ്രീ അവാർഡും നേടിയിട്ടുള്ള ഒരാളാണ് ഈ കൊനെറു ഹംപി എന്ന് പറയുന്നത്. സോ ഷീ ഹെയിൽസ് ഫ്രം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശുകാരിയാണെന്ന് ഓർത്ത് വെക്കുക, കാരണം ചിലപ്പോൾ ചോദ്യം എവിടെ നിന്നായിരിക്കും എന്നാണ് ഈ കൊനെറു ഹംപി എന്ന് പറയുന്നത്. സോ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പത്മശ്രീ അർജുന അവാർഡ് വിന്നർ ആണ്. 2002 യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്ന കൊനെറു ഹംപി. ഇപ്പൊ 33 വയസ്സാണ്. അപ്പം ഈ ആൾക്കാണ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ്, BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് 2021 നേടിയത് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. So let's go to 36th question. The second edition of the joint military exercise Dusklik has been conducted between India and which country? So Dusklik എന്നുള്ള military exercise, joint military exercise ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ് ചോദ്യം. So you can answer now. And the right answer is Uzbekistan. അപ്പോൾ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് ഡസ്ലിക് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ടൈറ്റിൽ ഡസ്ലിക് 2 has been commenced in Ranikhet in Uttarakhand. Ranikhet, ഉത്തരാഖണ്ഡിലെ റാണിഖേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡസ്ലിക് 2 മിലിറ്ററി എക്സസൈസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള എക്സസൈസ് ആണ് ഡസ്ലിക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡസ്ലിക് റിലേറ്റഡ് ടു ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ ഒരുപാട് ഈ രീതിയിൽ അവസാനിക്കുന്ന രാജ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഡസ്ലിക് ഉസ്ബെക്കിസ്ഥാൻ, DU അതിന്റെ U എന്നുള്ളത് ഓർത്തിരിക്കാം. ഇതൊക്കെ ക്ലോസ് ആണ്, ജസ്റ്റ് ഓർത്തിരിക്കാം ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ളതാണെന്നുള്ളത്. So let's go to 37th question. China has signed an MOU with Dash to jointly construct a lunar space station that will be open to all countries. അപ്പം ചൈന ഏതോ ഒരു രാജ്യവുമായിട്ട് ചേർന്ന് ഒരു ലൂണാർ സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഏത് രാജ്യവുമായിട്ട് ചേർന്നാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ദി ആൻസർ ഈസ് റഷ്യ. അപ്പൊ ചൈനയും റഷ്യയുമായിട്ട് ചേർന്നാണ് ഈ ഒരു ലൂണാർ സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ലൂണാർ സ്പേസ് സ്റ്റേഷൻ വിൽ ബി നോൺ ആസ് ഇന്റർനാഷണൽ സയന്റിഫിക് ലൂണാർ സ്റ്റേഷൻ, ISLS, ഇന്റർനാഷണൽ സയന്റിഫിക് ലൂണാർ സ്റ്റേഷൻ എന്നായിരിക്കും അത് അറിയപ്പെടുന്നത്. അത് ജോയിന്റ് കൺസ്ട്രക്ഷൻ ആണ് ബൈ ചൈന ആൻഡ് റഷ്യ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 38th question. Actor Deepika Padukone has joined the list of young global leaders compiled by the World Economic Forum. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യങ് ഗ്ലോബൽ ലീഡേഴ്സിൽ ദീപിക പദുക്കോൺ, നമ്മുടെ ഇന്ത്യൻ ആക്ട്രസ് ആയിട്ടുള്ള ദീപിക പദുക്കോൺ ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. സോ ദി ആൻസർ ഈസ് സ്വിറ്റ്സർലൻഡ്. അപ്പൊ സ്വിറ്റ്സർലൻഡിലാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്.
വേൾഡ് എക്കണോമിക് ഫോറം അതിന്റെ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കോളനിയാണ് സ്വിറ്റ്സർലൻഡിലുള്ള. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ളത് ക്ലോസ് ഷ്വാബ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ഫൗണ്ട് ചെയ്തത് ജാനുവരി 1971 അപ്പം ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യങ് ഗ്ലോബൽ ലീഡേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളാണ് ഇന്ത്യൻ ആക്ട്രസ് ആണ് ദീപിക പദുക്കോൺ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, യങ് ഗ്ലോബൽ ലീഡേഴ്സ്. സോ ലെറ്റ്സ് ഗോ ടു 39th question. What is the name of the world's most powerful supercomputers? വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. And the right answer is Fugaku. Fugaku has been named after the alternative name of Mount Fuji. Mount Fuji എന്നുള്ള ആ പേരിനോട് ചേർത്താണ് ഇത് നെയിം ചെയ്തിരിക്കുന്നത്, ഫുഗാക്കു എന്നുള്ളത്. This supercomputer has been developed with the aim of making the device core of the computing infrastructure of Japan. ജപ്പാനിലുള്ള ഒരു കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാക്കിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഫുഗാക്കു എന്ന് പറയുന്നത്. മൗണ്ട് ഫുജി എന്നുള്ള ആ ഒരു പേരിനോട് ചേർത്താണ് ആ നെയിം ചെയ്തിരിക്കുന്നത്, ഫുഗാക്കു എന്നുള്ളത്. അതാണ് ഇപ്പം ഈ വേൾഡിലേക്കും വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ഓർത്തിരിക്കുക, ഫുഗാക്കു. ഓക്കെ, so let's go to the 40th question. Anurag Thakur has been appointed as captain in the Territorial Army. He is a 4-time BJP MP from Hamirpur. Where is Hamirpur located? ന്യൂസ് അതേപോലെ തന്നെ പറഞ്ഞേക്കുവാണ്. അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ആള് എന്തിന്റെ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം 4 തവണ ഹർമിപൂർ എന്ന സ്ഥലത്തിലെ BJPയുടെ MP ആയിരുന്നു. അപ്പം ഈ ഹർമിപൂർ എവിടെയാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. So the right answer is Himachal Pradesh. ഹിമാചൽ പ്രദേശിലാണ് ഹമീർപൂർ എന്നുള്ള സ്ഥലം. ഈ ഹമീർപൂറിന്റെ 4 തവണ BJP MP ആയിരുന്ന അനുരാഗ് താക്കൂർ ഇപ്പോ എന്തിന്റെ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നാണ് ന്യൂസ് ഉള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഹമീർപൂറിലെ 4 തവണത്തെ BJP MP ആയിരുന്നു. ഹമീർപൂർ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, so let's go to 41st question. Which organization has announced a collaboration with Samagra Shiksha, the government of Uttarakhand's education mission, to introduce the IBM STEM for Girls program in 130 secondary and higher secondary schools across 5 districts in the state? So, ഏത് ഓർഗനൈസേഷൻ ആണ് സമഗ്ര ശിക്ഷ എന്നുള്ള ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ മിഷന്റെ ആണ് ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത്. IBM STEM for Girls എന്നുള്ള പ്രോഗ്രാം 130 സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതായത് ആ ഡിസ്ട്രിക്റ്റിലെ ആ സ്റ്റേറ്റിലെ അഞ്ചോളം ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. So the right answer is IBM. IBM ആണ് ഈ ഒരു കൊളാബറേഷൻ സമഗ്ര ശിക്ഷ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ മിഷന്റെ സമഗ്ര ശിക്ഷയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു IBM STEM for Girls എന്നുള്ളത് നോട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ IBM STEM for Girls എന്നുള്ള പേരിൽ നിന്ന് തന്നെ ഇത് IBM ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചത്. So the program includes imparting training in digital literacy, coding and technology skills, 21st century skills and career development to enable girls empowerment and increase their interest in STEM education and career. എന്തിനാണെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. IBMന്റെ CEO ആയിട്ടുള്ളത് അരവിന്ദ് കൃഷ്ണ, ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡ് ബേബി റാണി മൗര്യ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. So let's go to 42nd question. Who has been appointed as the executive director of the Indian Bank with effect from March 10, 2021 for 3 years? You can answer now. So the right answer is Imran Amin Siddiqui. So general manager ആയിരുന്നു ഇന്ത്യൻ ബാങ്കിന്റെ ഇമ്രാൻ അമീൻ സിദ്ദിഖി. അദ്ദേഹം ഇപ്പൊ ഇന്ത്യൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. സോ ഇതാണ് നമ്മുടെ 42nd question. So let's go to 43rd question. Who has been appointed as the new chief statistician of India for a period of 2 years? 2 വർഷക്കാലത്തേക്ക് ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ട് ഇന്ത്യയുടെ അത് ആ ഒരു പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is GP Samanta. GP Samanta. So center has appointed GP Samanta as the new chief statistician of India
for a period of 2 years. 2 വർഷക്കാലത്തേക്ക് ആലോചിക്കുക. ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഈ GP സമന്തായെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രയർ ടു ദിസ് ഹി വാസ് സെർവിംഗ് ആസ് ദ അഡ്വൈസർ ഇൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയിലെ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓർത്തിരിക്കുക, GP സമന്ത എന്നാണ് പേര്. അദ്ദേഹം ഇന്ത്യയുടെ ന്യൂ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ്. ഓക്കെ, so let's go to 44th question. Who has launched its first virtual trade fair to boost export of agriculture and processed food product? ആരാണ് വിർച്വൽ ട്രേഡ് ഫെയർ, ആദ്യത്തെ വിർച്വൽ ട്രേഡ് ഫെയർ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. അഗ്രികൾച്ചറും അതേപോലെ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ക്യാൻ ആൻസർ നൗ. So the answer is APEDA, അതായത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് APEDA. അപ്പൊ അവരാണ് ഫസ്റ്റ് വിർച്വൽ ട്രേഡ് ഫെയർ, അതായത് അങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആലോചിക്കുക, APEDA ആണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് ഫുൾ ഫോം വരിക. സോ ലെറ്റ്സ് ഗോ ടു 45th question. Recently, Prime Minister of Ivory Coast passed away due to cancer in Germany. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. You can answer now. So the answer is Hamid Bakayoko. ബക്കായോക്കോ എന്നുള്ള പേര് ഓർത്താൽ മതി. ഐവറി കോസ്റ്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒബിച്വറി ന്യൂസ് ആണ്, ക്യാൻസർ കാരണം മരണപ്പെട്ടു, ജർമ്മനിയിൽ വെച്ചിട്ടാണെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. സോ പാട്രിക് അച്ചി ഹാസ് ബീൻ നെയിംഡ് ആസ് ഇന്ററിം പ്രൈം മിനിസ്റ്റർ ഇൻ പ്ലേസ് ഓഫ് ബക്കായോക്കോ. അപ്പൊ ബക്കായോക്കോയ്ക്ക് പകരം ഇപ്പൊ ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് പാട്രിക് അച്ചിയാണ്. ബൈ പ്രസിഡന്റ് ഓഫ് ഐവറി കോസ്റ്റ് അലസാനെ ഔട്ടാറയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഐവറി കോസ്റ്റിന്റെ. സോ പാട്രിക് ആച്ചി വാസ് സെർവിംഗ് ആസ് ദ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ദി കൺട്രി. ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ദ കൺട്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. സോ ക്യാപിറ്റൽ ഓഫ് ഐവറി കോസ്റ്റ് എന്ന് പറയുന്നത് യമൗസോക്രോ ആണ്. യമൗസോക്രോ. സോ ഐവറി കോസ്റ്റിന്റെ ക്യാപിറ്റൽ ചോദിക്കാം, ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം, എന്തും ഇതിനകത്തുനിന്ന് ചോദിക്കാം. സോ ഐവറി കോസ്റ്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒബിച്വറിയെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 46th question. Which bank has been removed from the prompt corrective action framework by the RBI after almost 4 years? അപ്പൊ 4 വർഷക്കാലമായിട്ടൊരു RBIയുടെ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ കടന്നിരുന്ന ബാങ്ക് അത് റിമൂവ് ചെയ്തു എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 4 വർഷത്തിന് ശേഷം. അപ്പൊ ഏതാണ് ആ ബാങ്ക് എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is IDBI Bank. IDBI ആണ് ഈ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന്, അതായത് ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് ഇപ്പോൾ 4 വർഷത്തിന് ശേഷം റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ഒരു പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് ബാങ്കുകളെ നേരെയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു എന്താ പറയുക NPA ഒക്കെ കൂടി ഭയങ്കര ഫൈനാൻഷ്യൽ ഡെപ്റ്റിൽ വന്ന ഒരു ബാങ്കിനെയാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനായിട്ട് വർഷങ്ങളിലായിട്ട് ഇടുക. ആ ടൈമിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് ഒന്നും വിളിക്കാനൊന്നും സാധിക്കില്ല. അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പം അതിന്റെ ഒരു ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നല്ലതായി വരുമ്പോഴാണ് അത് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ IDBI ബാങ്കിനെയാണ് ഓൾമോസ്റ്റ് 4 വർഷത്തിന് ശേഷം ഇപ്പൊ അതിൽ നിന്ന് റിമൂവ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. IDBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 47th question. Who has been appointed as the new MD and CEO of ARCIL, Asset Reconstruction Company of India Limited എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ അതിന്റെ MD and CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരെയാണെന്നാണ് ചോദ്യം. സോ യു ക്യാൻ ആൻസർ നൗ. And the answer is പല്ലവ് മോഹപാത്ര. പേര് ഓർത്തിരിക്കുക. ARC അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഫുൾ ഫോം. അതിന്റെ എന്താ പറയുന്നത് MD ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് പല്ലവ് മോഹപാത്ര ആണ്. So announced the appointment of Pallav Mohapatra as Chief Executive Officer and Managing Director. അത് തന്നെയാണ് ന്യൂസിലും പറഞ്ഞിരിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ARCIL അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ MD ആൻഡ് CEO ആയിട്ട് പല്ലവ് മോഹപാത്ര ആണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ ലെറ്റ്സ് ഗോ ടു 48th question. Name of that cricketer who became first Indian women cricketer to complete 10,000 runs across all format.
എല്ലാ ഫോർമാറ്റിലും കൂടി 10,000 റൺസ് തികച്ച ഇന്ത്യൻ വിമൻ ക്രിക്കറ്ററിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. And the right answer is Mithali Raj. Mithali Raj. India's captain ആണ്, women cricket's captain ആണ് Mithali Raj. So veteran cricketer Mithali Raj became first Indian woman cricketer to complete 10,000 runs across all formats. With this, she also became the second largest women scorer in international cricket. ആ ഒരു അച്ചീവ്മെന്റും കൂടെ നേടിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. സോ ആ വിമൻ ക്രിക്കറ്റർ ആയിട്ടുള്ള 10,000 റൺസ്, എല്ലാ ഫോർമാറ്റിലൂടെ 10,000 റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ വിമൻ ക്രിക്കറ്ററിന്റെ പേരാണ് മിത്തലി രാജ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 49 to question. Which state has launched the e-Suvidha app? e-Suvidha app launch ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ആൻസർ നൗ. And the right answer is Jammu and Kashmir. Jammu Kashmir ആണ് e-Suvidha app launch ചെയ്തത്. So Ramban District Administration J&K has developed a mobile application as e-Suvidha. e-Suvidha ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അത് ലോഞ്ച് ചെയ്തത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ Ramban District Administration ആണെന്നുള്ളത് പറയുന്നുണ്ട്. So let's go to 50th question. Government has launched Mera Ration mobile app for ration card holders. It will be made available in how many languages? So Mera Ration എന്നുള്ള മൊബൈൽ ആപ്പ് റേഷൻ കാർഡ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് Mera Ration എന്നുള്ള മൊബൈൽ ആപ്പ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. സോ അത് എത്ര ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് ചോദ്യം. യു ക്യാൻ ആൻസർ നൗ. And the right answer is 14 language. So government has launched Mera Ration mobile app for ration card holders, but particularly migrant beneficiaries to identify the nearest fair price shop, check details of their entitlement and recent transaction. അതറിയാൻ വേണ്ടിയിട്ട് Mera Ration എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ആണ് ലോഞ്ച് ചെയ്തത്. 14 ലാംഗ്വേജസിലാണ് ഇത് ഈ ഒരു ആപ്പ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഇന്ന് നമ്മൾ 50 ന്യൂസുകളാണ് ഡിസ്കസ് ചെയ്തത്. 50 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. മാർച്ച് മാസത്തെ പാർട്ട് 2 ആണിത്. സോ ഇത്രയും 50 ന്യൂസും കൃത്യമായിട്ട് തന്നെ പോവുക. ഈ വീഡിയോ തന്നെ വീണ്ടും കണ്ട് ഓരോ ന്യൂസും അതിന്റെ ആൻസറും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ക്ലൂസും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി വരുന്ന മന്ത്ലി റിവിഷനിലൊക്കെ ഈ ന്യൂസ് വീണ്ടും ഉൾപ്പെടുത്തി നമ്മൾ റിവിഷൻ ചെയ്യുമ്പം അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. സോ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കറണ്ട് അഫയർ അവരും പഠിക്കട്ടെ. സോ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.